അപ്പം അധികായന്മാരില്ലാതെയും വിദേശ പിച്ചുകളിൽ സ്കോർ നേടാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കണം. അല്ല, പിന്നെ അധികായന്മാർ കുറേ നാളായിട്ട് വിദേശ പിച്ചുകളിൽ സ്കോർ നേടിയിട്ടാണെന്നുള്ള മറ്റൊരു കാര്യം. എന്തുതന്നെയായാലും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരമിച്ചതിന് ശേഷമുള്ള ആദ്യ ടെസ്റ്റ്, പുതിയ ക്യാപ്റ്റന് കീഴിൽ പുതിയ പിള്ളേരുകൾ. പക്ഷേ കളിക്കളത്തിൽ അങ്ങനെ ആ ഒരു പുതിയതിൻ്റെതായ ഒരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിൽ തന്നെ മിന്നും സെഞ്ചുറി, 127 നോട്ട് ഔട്ടാണ് ഇന്നലെ കളി അവസാനിക്കുമ്പോൾ. ഞാൻ തന്നെ വിളിക്കുന്നത് പ്രിൻസ് എന്നാണ് എന്നൊക്കെ നമ്മൾ കളിയാക്കിയെങ്കിലും കിങ്ങിൻ്റെ കളിയാണ് അദ്ദേഹം ഇന്നലെ കാഴ്ചവെച്ചത്. സായി സുദർശൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇന്നലെ മികച്ച രീതിയിലാണ് കളിച്ചത്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സായി സുദർശൻ ഈ 1 ഡൗൺ ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് കളിയാണ് നമുക്ക് അഭിപ്രായം പറയാറായിട്ടില്ല. അദ്ദേഹം ബേസിക്കലി ഒരു ഓപ്പണറാണ്, ഓപ്പണർ ശൈലിയാണല്ലോ ബെറ്റർ. അപ്പം യശസ്വി ജയ്സ്വാളും സായി സുദർശനും ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് KL രാഹുൽ 1 ഡൗൺ ഇറങ്ങുന്നതായിരിക്കും. KL രാഹുലിന് പിന്നെ എവിടെ ഇട്ടാലും അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കും. ഇനിയിപ്പോൾ 14ാമത് ഇറക്കുന്നെങ്കിലും പുള്ളി ഓക്കെയാണ്. ബെറ്റർ പുള്ളി 1 ഡൗൺ, സെക്കൻഡ് ഡൗൺ ശുഭ്മാൻ ഗിൽ അങ്ങനെ വരുന്നതാണ് ഒരു ബാറ്റിംഗ് ഓടുന്ന ഒരു സെറ്റപ്പ് ആകുമെന്ന് തോന്നുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചേക്കാം. എന്ത് തന്നെയായാലും ഇന്നലെ 3 സെഷനും ഇന്ത്യയുടെ കയ്യിൽ തന്നെയായിരുന്നു. 359 റൺസാണ് ഇന്നലെ 3 വിക്കറ്റ് നഷ്ടത്തിൽ കളി അവസാനിക്കുമ്പോൾ എടുത്തിരിക്കുന്നത്. ഒരു 500 മേലെ എത്തുക എന്നുള്ളതായിരിക്കണം ആദ്യ ലക്ഷ്യം. എങ്കിൽ ബാസ് ബോളിനെ ശക്തമായി പ്രതിരോധിക്കാൻ ബുംറയ്ക്കും കൂട്ടർക്കും കഴിയുമെന്നും പുതിയ ക്യാപ്റ്റന് കീഴിൽ പുതിയ ടീമായി ആദ്യ മത്സരത്തിൽ തന്നെ വിജയിക്കുമെന്നും നമുക്ക് ആശിക്കാം.